ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. അടുത്ത മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ തുടങ്ങും എന്ന അപ്ഡേറ്റ് നേരത്തെ മാർക്കസ് മർഗുലാവ് നൽകിയിരുന്നു. പക്ഷേ മലയാള മനോരമ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അതായത് സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വിദേശ താരങ്ങൾ കളിച്ചേക്കില്ല എന്ന ഒരു റിപ്പോർട്ടായിരുന്നു മനോരമ പ്രസിദ്ധീകരിച്ചിരുന്നത്. വിദേശ താരങ്ങൾ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യാൻ വൈകും. ഇനി ജോയിൻ ചെയ്താൽ തന്നെ സൂപ്പർ കപ്പിൽ കളിച്ചേക്കില്ല, മറിച്ച് ISL മാത്രമായിരിക്കും കളിക്കുക എന്ന ഒരു കാര്യമായിരുന്നു മനോരമ റിപ്പോർട്ട് ചെയ്തിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മാർക്കസ് മർഗുലാവോയോട് ഇതിന്റെ നിജസ്ഥിതി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ആരാധകൻ തേടിയിരുന്നു. അതായത് സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങൾ കളിക്കില്ല എന്ന ഒരു വാർത്ത പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിലെ സത്യാവസ്ഥ എന്താണ് എന്നായിരുന്നു ചോദ്യം. അതിനുള്ള മറുപടി മാർക്കസ് മർഗുലാവ് പറഞ്ഞിട്ടുണ്ട്. ആ വാർത്ത വ്യാജമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങൾ സൂപ്പർ കപ്പിൽ ഉണ്ടാകും എന്നാണ് മാർക്കസ് മർഗുലാവ് പറഞ്ഞിട്ടുള്ളത്. ഇത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ 3 വിദേശ താരങ്ങളാണ് ഉള്ളത്. അഡ്രിയാൻ ലൂണ, നോവ സദോയ്, ഡുഷാൻ ലഗോത്തോർ എന്നിവരാണ് 3 വിദേശ താരങ്ങൾ. ആ 3 പേരും സൂപ്പർ കപ്പിൽ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ ഇതിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നോവ സദോയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി എല്ലാവരും കണ്ടതാണ്. സൂപ്പർ കപ്പിൽ ഉണ്ടാകും എന്ന ഒരു സൂചന അദ്ദേഹം നൽകുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഒക്ടോബർ 30 ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുക. ഗോവയിലെ ബാംബോലിം സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മത്സരത്തിൽ ഐ ലീഗ് ക്ലബ്ബായ രാജസ്ഥാൻ യുണൈറ്റഡ് FC ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായി കൊണ്ടുവരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.